അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഒരു പ്യുവർ ഇൻഡക്ടർ 25 മില്ലി ഹെൻറി. എൽ എന്ന് പറയുന്നത് 25 മില്ലി ഹെൻറി. എൽ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡക്ടർ. ഇൻഡക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡക്ടൻസ് ഉള്ള സംഭവമാണ് ഇൻഡക്ടർ എന്ന് പറയുന്നത്. ഇൻഡക്ടർ ഈസ് കണക്റ്റഡ് ടു 220 വോൾട്ട്. 220 വോൾട്ട് സപ്ലൈയുമായിട്ട് ഈ ഇൻഡക്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്, രണ്ടാമത്തത് RMS കറണ്ട്. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത് XL എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ഒമേഗ എല്ലിന് ഈക്വലൻ്റ് ആണ്. ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗുലാർ വെലോസിറ്റി 2π ഇൻറ്റു എഫ് ഇൻറ്റു എല്ലിന് തുല്യമാണ്. 2 ഇൻറ്റു പൈ നമുക്കറിയാം. എഫ് എന്ന് പറയുന്നത് ഏതാണ്? ഫ്രീക്വൻസിയാണ്. അത് 50 ഹെർട്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 50 ഇൻറ്റു എൽ, 2π ഇൻറ്റു 50 ഇൻറ്റു എത്രയാണ് ഇൻഡക്റ്റൻസ് തന്നിരിക്കുന്നത്? 25 ഇൻറ്റു 10⁻³ ഹെൻറിയാണ് തന്നിരിക്കുന്നത്. മില്ലി ഹെൻറിയെ ഹെൻറിയിലേക്കാക്കി. അപ്പോൾ 2π ഇൻറ്റു 50 ഇൻറ്റു 10⁻³. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾ കോസോ സൈനോ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഡിഗ്രിയിൽ പൈക്ക് 180 കൊടുക്കാവൂ. കോസ് ഓഫ് 2π എഫ് എന്ന് അകത്ത് വന്നു കഴിഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ സൈൻ ഓഫ് എന്ന് പറഞ്ഞിട്ട് അകത്ത് 2π അല്ലെങ്കിൽ പൈ വന്നു കഴിഞ്ഞാൽ മാത്രമേ പൈയുടെ വാല്യൂ 180 കൊടുക്കാവൂ. അത് ഡിഗ്രീസിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ 2π FL അല്ലേ ഉള്ളൂ, 2π L അല്ലേ ഉള്ളൂ. അതിൽ പൈക്ക് വാല്യൂ 2 ഇൻറ്റു 3.14 തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ 22/7. പൈയുടെ വാല്യൂ എന്താണ്? 3.1514 അല്ലെങ്കിൽ 22/7. ഇത് കൊടുത്തിട്ട് 50 ഇൻറ്റു 25 ഇൻറ്റു 10⁻⁻. നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 7.85 ഓം ആണ്. ഓമിലല്ലേ കിട്ടുന്നത്? റെസിസ്റ്റൻസ് അല്ലേ? ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെസിസ്റ്റൻസ് പോലൊരു പാരാമീറ്ററിലേക്ക് ഇൻഡക്റ്റീവ് റിയാക്ടൻസിനെ കൊണ്ടെത്തിക്കുന്നു. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കണ്ടുപിടിച്ചു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? നമുക്ക് RMS കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. RMS കറണ്ട് എന്താണ്? RMS കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു ഇൻഡക്ടർ മാത്രമല്ലേ ഉള്ളൂ. കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V/XL അല്ലേ? ഈ കണ്ടുപിടിച്ച XL വോൾട്ടേജിൽ നിന്ന് ഡിവൈഡ് ചെയ്താൽ പോരെ. 220 ഡിവൈഡഡ് ബൈ എത്രയാണ് കിട്ടിയത്? 7.85 ഓം. നമുക്ക് ആൻസർ കിട്ടുന്നത് 28 ആംപിയർ. ഇത്രയേ ഉള്ളൂ. ഒന്നും കൂടെ പറഞ്ഞു തരാം. എ പ്യുവർ ഇൻഡക്ടർ 25 മില്ലി ഹെൻറി. ഒരു ഇൻഡക്ടർ മാത്രമേ 220 ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് XL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻഡക്ടറാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് 90 ഡിഗ്രി ലീഡ് ചെയ്താണ് ഇരിക്കുന്നത്. കറണ്ടിനേക്കാളും ലീഡ് ചെയ്താണ് ഇരിക്കുന്നത്. കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് വോൾട്ടേജ് നമുക്ക് പറയാം. അപ്പോൾ XL എന്ന് പറയുന്നത് നമുക്ക് ഒമേഗ എൽ എന്ന് പറഞ്ഞൊരു എക്സ്പ്രഷൻ ഉണ്ട്. അപ്പോൾ കപ്പാസിറ്റർ ആണ് കണക്ട് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് 1/ωc എന്ന് പറയുന്ന ഇക്വേഷനാണ് എക്സിക്ക് വരുന്നത്. കപ്പാസിറ്റീവ് റിയാക്ടൻസ് X ഈസ് ഈക്വൽ ടു 1/2πfc. സിയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞാൽ നമുക്ക് കപ്പാസിറ്റീവ് റിയാക്ടൻസ് കിട്ടും. ഇവിടെ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് അല്ലേ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് കൊടുക്കുക. ഒമേഗ എൽ എന്ന് പറഞ്ഞാൽ 2πf ഇൻറ്റു എൽ. 2π ഇൻറ്റു 50 ആണ് ഫ്രീക്വൻസി. എഫ് എന്ന് പറയുന്നത് ഫ്രീക്വൻസിയാണ്. 2π ഇൻറ്റു 50 ഇൻറ്റു എൽ. 2π ഇൻറ്റു 50 ഇൻറ്റു എല്ലിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ വാല്യൂ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു 50 മൈക്രോ ഫാരഡ് കപ്പാസിറ്റർ കണക്റ്റഡ് ടു 220 വോൾട്ട് 50 ഹെർട്സ് സപ്ലൈ എന്ന് പറഞ്ഞൊരു കപ്പാസിറ്റി സംഭവം നമ്മളൊരു AC കണക്ട് ചെയ്യുന്നു. അത് 220 വോൾട്ടാണ്. 50 ഹെർട്സ് സപ്ലൈ അല്ലെങ്കിൽ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. കപ്പാസിറ്ററിൻ്റെ വാല്യൂ എത്രയാണ്? 15 മൈക്രോ ഫാരഡ്. കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഞാൻ നേരത്തെ പറഞ്ഞു. X ഈസ് ഈക്വൽ ടു 1/ωc എന്ന് പറയുന്നതാണ് കപ്പാസിറ്റീവ് റിയാക്ടൻസ്. 1/2πf ഇൻറ്റു സി എത്രയാണ്? 15 ഇൻറ്റു 10⁻⁻6 ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു എഫ് എത്രയാണ്?
50 ഇൻറ്റു 15. ഇത് കാൽക്കുലേറ്റർ ഇട്ട് കൊടുക്കുക. 10⁻6 ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു 50 ഇൻറ്റു 15 കൊടുക്കുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. അതിൻ്റെ പേരാണ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് അഥവാ 212 എന്ന് പറയുന്ന ഓം. 212 എന്ന് പറയുന്ന വാല്യൂയിലേക്ക് എത്തും. നമുക്ക് ചോദിച്ചിരിക്കുന്ന അടുത്തത് എന്താണ്? RMS കറണ്ട്. RMS കറണ്ട് കണ്ടുപിടിക്കാൻ എന്താണ് പറയുന്നത്? നമുക്ക് വോൾട്ടേജ് തന്നിട്ടുണ്ട്. വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നതിൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് അല്ലേ 212. 220 ഡിവൈഡഡ് ബൈ 212 കൊടുക്കുമ്പോൾ നമുക്ക് കറണ്ട് കിട്ടും. RMS കറണ്ടാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ? RMS കറണ്ട് എത്ര കിട്ടും? 220/212 എത്ര കിട്ടും? 1.04 ആംപിയർ കിട്ടും. 1.04 ആംപിയർ കിട്ടും. നമുക്ക് RMS കറണ്ട് മാത്രമാണോ ചോദിച്ചിരിക്കുന്നത്? പീക്ക് കറണ്ട് കൂടെ ചോദിച്ചിട്ടില്ലേ? പീക്ക് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? IRMS ഇൻറ്റു √2 അല്ലേ IM എന്ന് പറയുന്നത്. അത് 1.04 ഇൻറ്റു √2 അത് കൊടുക്കുമ്പോൾ നമുക്ക് IM എന്ന് പറയുന്ന വാല്യൂ കിട്ടും. പീക്ക് കറണ്ട് കിട്ടും. അത് എത്രയാണ് കിട്ടുന്നത്? 1.47 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചോദിച്ചിരിക്കുന്നത് ഫ്രീക്വൻസി ഈസ് ഡബിൾഡ്, വാട്ട് ഹാപ്പൻസ് ടു കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. നോക്കൂ, കപ്പാസിറ്റീവ് റിയാക്റ്റൻസിൻ്റെ ഇക്വേഷൻ നോക്കൂ. 1/2πf ഇൻറ്റു 15 ഇൻറ്റു 10⁻⁻6 അതൊക്കെ വിട്ട് 1/2πfc അല്ലേടെ? 1/2πfc ക്വസ്റ്റ്യൻ വായിച്ച് നോക്കണം. ഈ ഫ്രീക്വൻസി ഈസ് ഡബിൾഡ്, വാട്ട് ഹാപ്പൻസ് ടു കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. നമ്മൾ ഫ്രീക്വൻസി ഡബിൾ ചെയ്താൽ, ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫ്രീക്വൻസിയെ ഡബിൾ ചെയ്യും. 2f എന്ന് പറയുന്ന വാല്യൂയിലേക്ക് കൊണ്ടുപോയാൽ നമുക്കിപ്പം നോക്കൂ, ഈ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് നമുക്ക് പ്രപ്പോർഷണൽ ടു 1/f തുല്യമാണെന്ന് വയ്ക്കുക. അതായത് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കൂടുമ്പോൾ ഫ്രീക്വൻസി കുറയും. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഫ്രീക്വൻസിയുമായി ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ്. അപ്പോൾ നോക്കൂ, ഫ്രീക്വൻസി ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് കറണ്ടും കൂടെ ഉണ്ട് ഈ ക്വസ്റ്റ്യനിൽ. നോക്കൂ, കപ്പാസിറ്റീവ് റിയാക്റ്റൻസിൻ ഫ്രീക്വൻസി ഡബിൾ ചെയ്തെന്ന് പറഞ്ഞാൽ 2f ആയപ്പോൾ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് യഥാർത്ഥത്തിൽ ഹാഫ് ആവുകയാണ് ചെയ്തത്. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഹാഫ് ആവുകയാണ് ചെയ്തത്. ഈ ഫ്രീക്വൻസിയുടെ സ്ഥാനത്ത് 2f കൊടുത്തപ്പോൾ ഫ്രീക്വൻസി ഡബിൾ ചെയ്തപ്പോൾ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഹാഫ് ആവുകയാണ് ചെയ്തത് അല്ലേ? 1 പകുതിയല്ലേ ആയത്. ഇനി കറണ്ടിന് എന്ത് സംഭവിക്കുന്നതാണ് ചോദിച്ചത്. കറണ്ടിൻ്റെ ഇക്വേഷൻ എന്താണ്? V/Xc അല്ലേ? അപ്പോൾ V/Xc എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഹാഫായി, V/Xc/2 അല്ലേ? അപ്പോൾ എന്ന് പറയുന്നത് കറണ്ട് എന്ന് പറയുന്നത് ഡബിൾ ആവും അല്ലേടെ? നോക്ക്, അതായത് നോക്ക്, Xc എന്ന് പറയുന്നത് ഫ്രീക്വൻസിയുമായി ഇൻവേഴ്സ്ലി പ്രപ്പോർഷനാണ്. അപ്പോൾ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ത്? ഫ്രീക്വൻസി ഡബിൾ ചെയ്താൽ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് അത് ഹാഫ് ആവുകയാണ് ചെയ്യുന്നത്. ഫ്രീക്വൻസി താഴെയാണ് കിടക്കുന്നത്, ഹാഫായി. അപ്പോൾ ഇത് ഹാഫായാൽ ഇത് Xc എന്ന് പറയുന്നത് ഇതിൻ്റെ താഴെയാണ് കിടക്കുന്നത്. അത് V/Xc എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിലാണ് കിടക്കുന്നത്. അപ്പോൾ കറണ്ട് എന്ത് ചെയ്യും? ഡബിൾ ചെയ്യും. അപ്പോൾ എന്താണ് ആദ്യത്തെ റിസൾട്ട് എന്ന് പറയുന്നത്? കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഫ്രീക്വൻസി ഡബിൾ ചെയ്യുകയാണെങ്കിൽ ഹാഫ് ആവും, കറണ്ടെങ്കിൽ ഡബിളായി മാറും. അത് നമ്മളൊരു ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനുള്ള ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന കോമ്പിനേഷനാണ് വരുന്നത്. നോക്കൂ, ഒരു റെസിസ്റ്ററും ഒരു കപ്പാസിറ്ററും കൂടെ സീരീസ് കോമ്പിനേഷനിൽ നമ്മളൊരു AC കണക്ട് ചെയ്യുന്നു. ഇത് 220 വോൾട്ട് 50 ഹെർട്സ് സപ്ലൈ ആണ്. കപ്പാസിറ്ററിൻ്റെ വാല്യൂ 15 മൈക്രോ ഫാരഡ് ആണ്. റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 200 ഓം ആണ്. അപ്പോൾ ഞാൻ സീരീസ് കോമ്പിനേഷനെ കുറിച്ച് പറഞ്ഞായിരുന്നു. RC കോമ്പിനേഷൻ ഉണ്ട്, RL കോമ്പിനേഷൻ ഉണ്ട്, RLC കോമ്പിനേഷൻ ഉണ്ട്. സീരീസ് ആയിട്ടുള്ളത് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. നമുക്ക് RL അല്ലെങ്കിൽ RC എന്ന് പറയുന്നത് നമ്മൾ ആദ്യം എന്ത് ചെയ്യും? നോക്കൂ, I എന്ന് പറയുന്നത് V IR അല്ലെങ്കിൽ VR, റെസിസ്റ്റീവ് ഡ്രോപ്പ് എന്ന് പറയുന്നത് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ്. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്ത്? കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് വരുന്നത്. 90 ഡിഗ്രി താഴോട്ട്, അതായത് വോൾട്ടേജിനെ
കറണ്ട് എന്ന് പറയുന്നത് വോൾട്ടേജിനേക്കാൾ ലാഗ് ചെയ്ത് അതായത് ഈ വോൾട്ടേജ് റെസിസ്റ്റൻസ് കൊണ്ടുണ്ടാകുന്ന ഡ്രോപ്പ് എന്ന് പറയുന്നത് I/R ആണ്. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കൊണ്ടുണ്ടാകുന്ന കപ്പാസിറ്റേഴ്സ് കൊണ്ട് ഉണ്ടാകുന്ന റിയാക്റ്റീവ് ഡ്രോപ്പ് എന്ന് പറയുന്നത് I/XC ആണ്. XC എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചു 1/ωc അഥവാ 1/2πfc എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം VC അതാണ് ആ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ടുള്ള വോൾട്ടേജ് ആയിരിക്കും V എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് അതാണ് ഈ രണ്ട് സീരീസ് കോമ്പിനേഷൻ കൂടെ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത്. അത് ഫൈ ആംഗിൾ താഴോട്ടാണ് ഇരിക്കുന്നത്. അതായത് നോക്കൂ, ഈ വോൾട്ടേജ് എന്ന് പറയുന്നത് കറണ്ടിനെ ലാഗ് ചെയ്താണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസിൽ വോൾട്ടേജ് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ കറണ്ട് ലീഡ് ചെയ്താണ് നമുക്ക് പോകുന്നത്. കറണ്ട് ലീഡാണ് ചെയ്യുന്നത്. ഇവിടെ കറണ്ട് ലീഡല്ലേ ചെയ്യുന്നത്. നോക്ക്, കറണ്ട് എന്ന് പറയുന്നത് ഫേസർ ഡയഗ്രത്തിൽ ലീഡാണ് ചെയ്യുന്നത്. ഇവിടെയാണ് വോൾട്ടേജ് കിടക്കുന്നത്. കറണ്ട് ലീഡ് ചെയ്താണ് ഇരിക്കുന്നത്. കറണ്ടാണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. അത് ഞാൻ പഠിപ്പിച്ച് തന്നായിരുന്നു. അപ്പോൾ ഒരു RC കോമ്പിനേഷനകത്ത് നമുക്ക് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് റെസിസ്റ്റൻസിൻ്റെ സ്ക്വയർ എത്ര? R² + XC ദ ഹോൾ സ്ക്വയർ ആണ്. R² എന്ന് പറയുന്നത് നമുക്ക് റെസിസ്റ്റൻസ് ഉണ്ട്, പക്ഷേ XC ഇല്ലല്ലോ. XC എന്ന് പറഞ്ഞാൽ 1/2π × F × C. C എത്രയാണ്? 15 × 10⁻⁻6. അത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 212 ആണ്. 212 ഓം ആണ്. ഇതിനെവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? R² എത്ര? 200² + 212². അപ്പോൾ നമുക്ക് എത്ര കിട്ടും? അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് √200² + 212². വാല്യൂ എന്ന് പറയുന്നത് 291.45 ഓം ആണ് കിട്ടുന്നത്. നമുക്ക് Z കിട്ടിക്കഴിഞ്ഞു. ഇമ്പിഡൻസേ വരുമ്പോൾ രണ്ട് കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. സീരീസ് ആറും കപ്പാസിറ്റീവ് റിയാക്റ്റൻസും കൂടെയുള്ള കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 291.45 എന്ന് പറയുന്ന ഓം റെസിസ്റ്റൻസ് കിട്ടും, ഇമ്പിഡൻസ് കിട്ടും. ഇമ്പിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് ചോദിച്ചിരിക്കുന്നത് കറണ്ടാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇമ്പിഡൻസ് കണ്ടുപിടിച്ചാലേ കറണ്ട് കണ്ടുപിടിക്കാൻ പറ്റൂ. ഇമ്പിഡൻസ് കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം? കറണ്ട് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് തന്നിട്ടുണ്ട്, VRMS തന്നിട്ടുണ്ട്, V/ ഇമ്പിഡൻസ് 29 അല്ലെങ്കിൽ V/Z എന്ന് എടുക്കാം. കറണ്ട് IRMS ആണ് നമുക്ക് കിട്ടുന്നത്. IRMS ഈക്വൽ ടു 220/Z. 220 / 291.45 എത്ര കിട്ടും? 0.755 ആംപിയർ എന്ന് കിട്ടും. ഇത് ചോദിച്ചിട്ടുണ്ട് നമുക്ക്. ഇനി ചോദിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VRMS അക്രോസ് കപ്പാസിറ്റർ ആൻഡ് റെസിസ്റ്റർ. അതായത് ഈ റെസിസ്റ്റൻസിലുണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പും ഈ കപ്പാസിറ്ററിലുണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പും. അതെന്താണ്? VR എന്ന് പറയുന്നത് I/R, കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. VC എന്ന് പറഞ്ഞാൽ എന്താണ്? I/XC, ഈ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഉണ്ടാക്കുന്ന ഇൻറ്റു കറണ്ട് എടുക്കുമ്പോൾ നമുക്ക് കപ്പാസിറ്ററിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് കിട്ടും. ഈ VI/R എന്ന് പറയുന്നത് കറണ്ട് നമുക്ക് കിട്ടി 0.755 ഇൻറ്റു റെസിസ്റ്റൻസ് എത്രയാണ്? റെസിസ്റ്റൻസ് 200 ആണ്. അതിൻ്റെ വാല്യൂ കിട്ടും. ഇതുപോലെ 0.755 ഇൻറ്റു XCയുടെ വാല്യൂ എത്രയാണ്? നമുക്ക് കിട്ടിയ 291. ഇത് കൊടുക്കുമ്പോൾ നമുക്ക് ഈ വാല്യൂ കിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പോലെ നമുക്ക് എഴുതാൻ പറ്റും. റെസിസ്റ്റർ വന്നിട്ടുണ്ടെങ്കിൽ, കപ്പാസിറ്റർ വന്നിട്ടുണ്ടെങ്കിൽ സീരീസ് കോമ്പിനേഷനാണ് XCയും വെച്ചിട്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതുക. വളരെ അടുത്ത ഒരു ക്വസ്റ്റ്യൻ കിടക്കാൻ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഒരു 230 വോൾട്ട് AC ആണ് കൊടുത്തിരിക്കുന്നത്. AC എന്തിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? വായിച്ച് നോക്കൂ. ടു കോയിൽ ഓഫ് ഇൻഡക്റ്റൻസ് ഓഫ് 0.65 ഹെൻറി. അപ്പോൾ ഒരു കോയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് 2.5 ഓം റെസിസ്റ്റൻസ്.
2.5 ഓം റെസിസ്റ്റൻസ് R കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നു ഇൻ സീരീസ് വിത്ത് ഒരു കപ്പാസിറ്റർ, അത് 6.8 മൈക്രോ ഫാരഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് 0.6 ഹെൻറി ആണ് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് തന്നിരിക്കുന്നത് RLC കോമ്പിനേഷനാണ്. ഒരു R ഉണ്ട്, L ഉണ്ട്, C ഉണ്ട്. 3 സീരീസ് ആയിട്ട് കോമ്പിനേഷൻ ഒരു 230 വോൾട്ട് 50 ഹെർട്സ് സപ്ലൈ കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഇത്. നിങ്ങൾക്കറിയാം, ഞാൻ RL സീരീസ് കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ XLഉം XCയും കണ്ടുപിടിച്ച് നോക്കണം. ആദ്യം XL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒമേഗ L, ഒമേഗ ഇൻറ്റു L, ഒമേഗ ഇൻറ്റു L. ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? 2π ഇൻറ്റു F ഇൻറ്റു L, 2π ഇൻറ്റു 50 ഇൻറ്റു L എത്രയാണ് തന്നിരിക്കുന്നത്? 0.6 ഹെൻറി. ഇത് കിട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? XL എന്ന് പറയുന്നത് 18.84 ഓം കിട്ടും. ഇനി X കണ്ടുപിടിക്കുക. X എത്ര? 1/ωc ആണ് XC. 1/2π ഇൻറ്റു F ഇൻറ്റു C എത്ര? കപ്പാസിറ്റൻസ് എത്രയാണ് തന്നിരിക്കുന്നത്? 6.8 ഇൻറ്റു 10⁻⁻6 മൈക്രോമാറ്റർ 10⁻⁻6. നമുക്ക് XC എത്ര കിട്ടി? 468 ഓം. അപ്പോൾ നിങ്ങൾ നോക്കൂ, XC ആണ് വലുതല്ലേ? XC നോക്കുമ്പോൾ 668 ഓം ഉണ്ട്. XL എന്ന് പറയുന്നത് 18.8. അപ്പോൾ നമ്മൾ ഫേസർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ആദ്യം നമ്മൾ കറണ്ട് റെഫറൻസ് ആയിട്ട് എടുക്കും. കറണ്ട് റെഫറൻസ് ആക്കി എടുത്ത ശേഷം നിങ്ങൾ നോക്കൂ, കറണ്ടിൻ്റെ അതേ ഇൻ ഫേസ് ആണ് റെസിസ്റ്റീവ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ V IR എന്ന് പറഞ്ഞ VR. പക്ഷേ ഞാൻ പറഞ്ഞു ഇപ്പോൾ രണ്ടെണ്ണം ഉണ്ട്, ഒന്ന് കപ്പാസിറ്റൻസും ഉണ്ട്, ഇൻഡക്റ്റൻസും ഉണ്ട്. എങ്കിൽ ഏറ്റവും വലുത് ഏതെന്ന് നോക്കണം. ഇതിൽ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് അല്ലേ വലുത്? കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് അല്ലേ? XC അല്ലേ വലുത്? XL എന്ന് പറയുന്നത് ചെറുതാണ്, XC ആണ് വലുത്. XC ആണ് വലുതെങ്കിൽ XC മൈനസ് XL എടുക്കണം. അതായത് നമ്മൾ പറഞ്ഞു രണ്ടിൻ്റെയും കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ XL മൈനസ് XC എടുക്കണം, അല്ലെങ്കിൽ XC മൈനസ് XL എടുക്കണം. XC മൈനസ് XL എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് മൈനസ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. അപ്പോൾ ഇതിലുണ്ടാകുന്ന ഡിഫറൻസിലുണ്ടാകുന്ന ഇൻറ്റു കറണ്ടാണ് ഇതിലുണ്ടാകുന്ന ഡ്രോപ്പ്, രണ്ടിൻ്റെയും കോമ്പിനേഷൻ ഉണ്ടാകുന്ന ഡ്രോപ്പ്. V എന്ന് പറയുന്നത് ഇതിൻ്റെ റിസൾട്ടൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇമ്പിഡൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇമ്പിഡൻസ് കണ്ടുപിടിക്കാൻ പടം മായ്ക്കുകയാണ്. ഇമ്പിഡൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ Z എന്ന് പറയുന്നത് റൂട്ട് ഓഫ് R² പ്ലസ് XC മൈനസ് XL ആണ്. XC ആണ് കൂടുതൽ. നമ്മൾ XCയും XLയും കണ്ടുപിടിക്കുക, എന്നിട്ട് വലുതിനെ ആദ്യം ഇടുക. അപ്പം മൈനസ് അങ്ങ് പോകുമല്ലോ. XC മൈനസ് XL ഹോൾ സ്ക്വയർ. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? R² എത്ര? R എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 2.5 സ്ക്വയർ. 2.5 ഓമല്ലേ തന്നിരിക്കുന്നത്. പ്ലസ് XL മൈനസ് XC മൈനസ് XL 468 മൈനസ് 18.8 ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് ഇമ്പിഡൻസ് കിട്ടില്ലേ? ഇമ്പിഡൻസിൻ്റെ വാല്യൂ കിട്ടുന്നത് 449.2 ഓം ആണ്. ഇമ്പിഡൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് സൂപ്പറായിട്ട് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് കറണ്ട് സൂപ്പറായിട്ട് കണ്ടുപിടിക്കുന്നത്? കറണ്ട് എന്ന് പറയുന്നത് V/Z ആണ്. V/I, V = IR എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ടല്ലോ, ഓംസ് ലാ, അതിന് R എന്ന് പറയും. Z ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ V/Z എന്താണ് നമുക്ക് കിട്ടി? 449.2. V എത്രയാണ്? 220 വോൾട്ട്. 220 വോൾട്ട് സപ്ലൈ അല്ലേ കൊടുത്തിരിക്കുന്നത്? 230 വോൾട്ടാണ് കൊടുത്തിരിക്കുന്നത്. 230 വോൾട്ട്. അപ്പോൾ 230 / 449 കിട്ടുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 0.512 ആംപിയർ. നമുക്ക് കറണ്ട് കിട്ടി. ആദ്യം ഇമ്പിഡൻസ് കണ്ടുപിടിച്ചു, കറണ്ട് കണ്ടുപിടിച്ചു. ഇനി ഫേസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ്. ഫേസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ XC മൈനസ് XL അല്ലേ? XC മൈനസ് XL, XC അല്ലെങ്കിൽ XL അല്ലേ നമ്മളല്ലാതെ കൊടുത്തുകൊണ്ടിരുന്നത്. ഇതിൽ നമുക്ക് രണ്ടിൻ്റെ കോമ്പിനേഷൻ വന്നുകൊണ്ട് വലുത് മൈനസ് ചെറുത്, XC മൈനസ് XL കൊടുക്കുക, /
റെസിസ്റ്റൻസ്. നമുക്ക് ഫൈയും കിട്ടും. ഫൈ എന്ന് പറയുന്നത് -89.7 ഡിഗ്രിയാണ്. 89.7 ഡിഗ്രി. ഫൈ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പവർ ഫാക്ടറാണ് ചോദിച്ചിരിക്കുന്നത്. പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ കോസ് ഫൈ ആണ്. കോസ് ഓഫ് ആംഗിൾ ഫൈ ആണ് പവർ ഫാക്ടർ എന്ന് പറയുന്നത്. പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ കോസ് ഓഫ് ആംഗിൾ ഫൈ. ഫൈക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് പവർ ഫാക്ടറും കിട്ടും 0.0056 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലീഡോ ലാഗോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ലീഡോ ലാഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും വോൾട്ടേജ് എന്ന് പറയുന്നത് കറണ്ട് ലീഡ് ചെയ്താണ് ഇതിനകത്ത് ഈ കപ്പാസിറ്റി റിയാക്റ്റൻസിന് മെജോറിറ്റി ഉള്ളത് കൊണ്ട് ലീഡ് ചെയ്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ലീഡ് എന്ന് എഴുതാം.